നമസ്കാരം. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കോൺസുലേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് എന്ന് ഇതിന് തൊട്ടു പിന്നാലെ സിറിയൻ മന്ത്രാലയം ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ഇറാൻ എംബസിക്ക് സമീപത്തുള്ള കെട്ടിടത്തിന് നേരെയാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം സംഭവിച്ചത്. അതേസമയം നയതന്ത്ര കേന്ദ്രത്തിന് നേരെയുണ്ടായ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഗസ യുദ്ധം വ്യാപിപ്പിക്കാനുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത നീക്കത്തിന്റെ തുടർച്ചയാണ് നിലവിൽ നടന്നിരിക്കുന്ന കോൺസുലേറ്റ് ആക്രമണം എന്നുകൂടി ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ അൽ ജസീറ ചാനലിന് വിലക്ക് ഏർപ്പെടുത്തുന്നതിനുള്ള കരട് നിയമം ഇസ്രായേൽ പാർലമെന്റ് ഇതിനോടകം തന്നെ പാസാക്കിയിട്ടുമുണ്ട്. എന്തായാലും കോൺസുലേറ്റ് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത് എന്നത് വ്യക്തമാണ്. ആക്രമണത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. മാത്രമല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റേസ സഹാദി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇതുവരെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഹമാസ് ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിവെച്ച യുദ്ധം ഇപ്പോൾ സിറിയയിലേക്കും അതിനിപ്പുറം ഇറാനിലേക്കും കൂടി വ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ്. അതിന് എപ്പോൾ എങ്ങനെ എന്നത് മാത്രമേ കണ്ടറിയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.